കേൾപ്പിക്കാൻ പോവാണ്, കേട്ടോളൂ. നിങ്ങളോട് പറയുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലാത്തത്, അതിൽ പെടാത്തത് വല്ലതും പുതിയതായി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവനെയും തള്ളിക്കോ, അവൻ കൊണ്ടുവന്ന ആശയത്തെയും തള്ളിക്കോ. കാരണം മൻ അമല അമിലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു അമൽ ചെയ്തു, ആ അമല് ചെയ്യണമെന്ന് നമ്മുടെ കൽപ്പനയില്ല. ആരാ പറയുന്നത്? റസൂലുള്ളാഹ്. നാം കൽപ്പിക്കാത്തൊരു അമല് ആരെങ്കിലും ദീനിന്റെ പേരിൽ ചെയ്താൽ അത് തള്ളണം എന്നല്ലേ റസൂലുള്ളാഹ് പറയുന്നത്? നിങ്ങൾ നോക്കവരെ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് റസൂലുള്ള പഠിപ്പിച്ച ഒരു പദത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടില്ല എങ്കിൽ റസൂലുള്ള പഠിപ്പിക്കാത്ത ദിക്റുകൾ ചൊല്ലുന്നവന്റെ ഗതി എന്ത്? റസൂലുള്ള പഠിപ്പിച്ച ദിക്റിൽ അർത്ഥത്തിലൊന്നും വലിയൊരു വ്യത്യാസമില്ലാതെ ഒരു പദം ചെറുതായിട്ട് നബി എന്ന പദത്തിന്റെ സ്ഥാനത്ത് റസൂൽ എന്ന പദം വന്നപ്പോഴേക്ക് ലാ എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിക്കൊണ്ട് റസൂലുള്ള ഒബിനബിക്കല്ലദീ അർസൽത എന്ന് തന്നെ ചൊല്ലിക്കോ എന്ന് വസിയത്തും നിർദ്ദേശവും കൊടുത്തുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് അറിയാത്ത റാത്തീബ് ചൊല്ലുന്ന മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യ, റാത്തീബ് ചൊല്ലുന്ന മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യ, നിങ്ങൾ റാത്തീബ് മുസ്ലിം അല്ലാതായി പറയുന്നത്, റാത്തീബ് ചൊല്ലുന്ന മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യ എന്താണ് മൗലവി? നിങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നു, അതിലെന്താ ഉള്ളത്? സൂറത്തുൽ ഫാത്തിഹ. അത് തെറ്റാണ് എന്ന് ഏത് ഖുർആനിലാ ഉള്ളത് മൗലവി? പിന്നുള്ളത് എന്താണ്? ആയത്തുൽ കുർസി. അത് തെറ്റാണ് എന്ന് എവിടെയാ മൗലവി? പിന്നുള്ളത് സൂറത്തുൽ ബഖറന്റെ അവസാനം. അത് പാടില്ല എന്ന് എവിടെയാ മൗലവി? പിന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അത് മൗലവി ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റല്ലേ? പിന്നുള്ള ഓരോ ദിക്റും നിങ്ങളൊന്ന് നോക്ക്. ഹദാദ് റാത്തീബിൽ എവിടെയാ കുഴപ്പം? എന്തേ ഈ മൗലവിമാരോട് ഞാൻ ചോദിച്ചില്ലേ? ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് സുന്ദരമായ ഉന്നതമായ നാമങ്ങളുണ്ട്, ആ നാമം കൊണ്ട് വിളിക്കണം എന്നല്ല പറഞ്ഞില്ലേ? അതല്ലേ ഞങ്ങൾ റാത്തീബ് ചൊല്ലുമ്പോൾ വിളിക്കുന്നു, യാ റബ്ബു യാ നൂർ യാ ഹഖ് യാ മുബീൻ. ഇത് അല്ലാഹു ഖുർആനിൽ ഞങ്ങളോട് പറഞ്ഞതല്ലേ? മൗലവി നിങ്ങൾ എപ്പോഴാ വിളിക്കല്? ഞങ്ങൾ റാത്തീബ് ചൊല്ലുമ്പോ അസ്മാഉൽ ഹുസ്ന വിളിക്കുന്നു. മൗലവിമാരെപ്പോഴാ വിളിക്കല്? അവർക്ക് വിളിക്കാൻ പറ്റൂല. കാരണം എന്താ? ചൊവ്വാഴ്ച വിളിക്കുമ്പോൾ പറയും ചൊവ്വാഴ്ച റസൂൽ വിളിച്ച് ഹദീസിലില്ല. ബുധനാഴ്ച വിളിക്കുമ്പോ അന്ന് വിളിച്ചതുമില്ല. വ്യാഴാഴ്ച നോക്കുമ്പോ അതും ഹദീസിലില്ല. വെള്ളിയാഴ്ച തീരെ ഇല്ല. പിന്നെ വിളിക്കാൻ പറ്റുന്ന ദിവസമുണ്ടോ? ദിവസമില്ല. കാരണം അങ്ങനെ പ്രത്യേകം വിളിച്ചത് എവിടെയുമില്ല. പിന്നെ നിങ്ങൾ ഇത് വിളിക്കലപ്പോഴാ മൗലവി? വിളിക്കണമെന്ന് ഖുർആനിലില്ലേ? വിവരക്കേടല്ലേ? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. എന്താണ് ആ ഹദീസിന്റെ വ്യാഖ്യാനം? അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലേ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അൽ മുഹ്ദസാത്തുൽ അർബാനി, പുതിയ കാര്യങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത പുതിയ കാര്യങ്ങളുണ്ട്. അതിനൊരു തകരാറുമില്ലെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമായ പുതിയ കാര്യങ്ങളുണ്ട്, അത് പാടില്ല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? അത് ഈ ഹദീസ് പഠിച്ചിട്ട് തന്നെയല്ലേ പറഞ്ഞത്? മൗലവി റാഫിളിയാക്കൾ നിങ്ങൾ ആശയക്കാരല്ലേ? റാഫിളിയാക്കൾ എന്ന് പറഞ്ഞാൽ സഹാബത്തിനെ തള്ളി പറഞ്ഞവരല്ലേ? ആ റാഫിളിയാക്കൾ സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് വാദിച്ചതും നിങ്ങളെ ഇതേ വാദം തന്നെയല്ലേ? അവർ പറഞ്ഞത് എന്തായിരുന്നു? അവർ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് പുതിയ കാര്യം ചെയ്തു, മുഹമ്മദ് നബി പഠിപ്പിക്കാത്തത് ചെയ്തു. എന്താ ചെയ്തത് എന്നറിയാമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ 30 ഒരു 2 ചട്ടയുടെ ഉള്ളിലായി 30 ജുസുള്ള ഒരു ഖുർആൻ ഒന്നാക്കി മുഹമ്മദ് നബി ഒരു ചട്ടയുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ല. അത് മുഹമ്മദ് നബിയുടെ കാലത്ത് നടന്നിട്ടില്ല. അങ്ങനെയുള്ള മുസ്ഹഫ് നോക്കി അതാ മുഹമ്മദ് നബി ഖുർആൻ ഓതിയിട്ടില്ല. അപ്പരിപാടി ആരംഭിച്ചത് അബൂബക്കറാണ്. അതുകൊണ്ട് അബൂബക്കർ മുഹമ്മദ് നബി കൽപ്പിക്കാത്തത് ചെയ്തതാണ്. അതുകൊണ്ട് മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അതേ ദീനിൽ ഇല്ലാത്തത്, മുഹമ്മദ് നബി പഠിപ്പിച്ചതിൽ പെടാത്തത് പുതുതായി ഉണ്ടാക്കിയ അബൂബക്കർ സിദ്ദീഖിനെ തള്ളേണ്ടതാണ്. അബൂബക്കറിന്റെ 30 ജുസുള്ള മുസ്ഹഫും തള്ളേണ്ടതാണ് എന്ന് റാഫിളിയാക്കൾ എന്ന് പറയുന്ന നിങ്ങൾ അപ്പൂപ്പന്മാരെന്നോ ഉപ്പാപ്പമാരെന്നോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, പഴയ പുത്തൻവാദികൾ വാദിച്ചതല്ലേ? ആ വാദം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ബുഖാരിയുടെ
ബുഖാരിയുടെ സറഹിൽ പറഞ്ഞിട്ടില്ലേ? ആ റാഫിലിയത്തിന്റെ വാദം തന്നെയല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ കൽപ്പിച്ചതും പഠിപ്പിച്ചതും മാത്രമേ പാടുള്ളൂ എന്ന വാദം. അതേ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്ന 4 പ്രമാണത്തിന് അനുകൂലമായി എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിൽ വന്നു? സഹീഹുൽ ബുഖാരി നിങ്ങൾ ഉദ്ധരിക്കുന്നില്ലേ? നിങ്ങൾ ഈ മൻ ഹദസ ഫീ അംരിനാ എന്ന ഹദീസ് ഉദ്ധരിച്ചത് ബുഖാരിയിൽ നിന്നല്ലേ? റസൂലുള്ളാഹിന്റെ കാലത്ത് ബുഖാരി എന്നൊരു ഹദീസിന്റെ കിതാബ് ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു കിതാബ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? നിങ്ങൾ ഉദ്ധരിച്ച കിതാബ് തന്നെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടായിരുന്നോ? അത് പിൽക്കാലത്തുണ്ടാക്കിയതല്ലേ? ഇസ്ലാം ദീനിൽ പിൽക്കാലത്തൊന്നും ഉണ്ടാക്കരുതെന്നാണെങ്കിൽ ആദ്യം ബുഖാരി കൊണ്ടുപോയി ചുട്ടുകരിക്കണ്ടേ? 30 ദിവസമുള്ള മുസഹഫ് കൊണ്ടുപോയി ചുട്ടുകരിക്കണ്ടേ? നിങ്ങൾ എന്ത് മതമാണ് മൗലവി വിവരമില്ലാതെ വിളമ്പാൻ നടക്കുന്നത്? ഇസ്ലാം മതത്തെ കുറിച്ച് വിവരമില്ലാതെ നിങ്ങൾ എന്തിനു പറയാൻ നടക്കണം? ഞങ്ങൾക്ക് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതൊക്കെ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് വിവരം കെട്ട മൗലൈമാരെ പിന്നാലെ നടക്കാൻ മുസ്ലിം സമുദായത്തെ കിട്ടുകയില്ല. ഇക്കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, മൗലവി പറയുന്ന നാരിയത്ത് സ്വലാത്ത് പറ്റൂല, 7 വിധത്തിൽ മാത്രമേ സ്വലാത്ത് പറ്റുള്ളൂ, സയ്യിദിനെ പറയാൻ പാടില്ല. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. കണ്ണൻ ഞാൻ ശേഷം കേൾപ്പിച്ചു തരാം. വിനയത്തോടുകൂടി സഹാബി ചോദിക്കുകയാണ്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ സ്വലാത്തുൽ കമാലിയ ചൊല്ലിക്കോ, നാരിയ സ്വലാത്ത് ചൊല്ലിക്കോ, താജുസ് സ്വലാത്ത് ചൊല്ലിക്കോ, മറ്റേതെങ്കിലും പേരിലുള്ള അഅ്ളമുസ് സ്വലാത്ത് ചൊല്ലിക്കോ എന്നാണെന്നോ മുത്ത് റസൂൽ പറഞ്ഞത്? ആണോ? അല്ലാഹുവിന്റെ റസൂൽ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഖൂലൂ, സഹാബത്തെ നിങ്ങൾ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സ്വലാത്തിന്റെ ഒരു രൂപമാണത്. 7ഓളം രൂപങ്ങളിൽ സഹീഹായ നിലക്ക് സ്വലാത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അത് മറ്റൊരു രൂപമാണ്. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. കേട്ടില്ലേ? 7ഓളം രൂപമുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നൊരു സയ്യിദിനില്ല. അവിടെ സയ്യിദിനെ കൂട്ടിയിട്ട് സലാത്ത് ചെല്ലാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തെ നാരിയത്ത് സലാത്ത് പറ്റൂല, പിന്നെ അളമു സലാത്ത് പറ്റൂല, അങ്ങനത്തെ ഒന്നും പറ്റൂല. 7 രൂപത്തിൽ ഏതെല്ലാം പാടുള്ളൂ എന്നാണ് ഇപ്പൊ മൗലവി പറഞ്ഞത്. മൗലവി ഞാൻ ഏത്തടിക്കാൻ പോവാണ്, ശരിക്കും കേട്ടോളി. ഈ വിഷയം ഈ രൂപത്തിൽ ഞാൻ വേറെ എവിടെയും പ്രസംഗിച്ചിട്ടില്ല. അതിവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ബഹ്റൈനിലെ CD ഇപ്പൊ അടുത്ത എനിക്ക് കിട്ടിയതോ, ഈ ഓരോ CD എന്റെ കൈ കിട്ടട്ടെ, ഞാൻ കാണിച്ചു തരാം. ഈ മൗലവി പ്രസംഗിച്ച ഓരോ CD ഉടനെ മൗലവിമാര് മുക്കിക്കോ. CD രംഗത്തുണ്ടോ ഞാൻ പിടിക്കും, ഇൻഷാ അല്ലാഹ് പിടിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്. ഇയാളിപ്പോ പറഞ്ഞത് എന്താണ്? സയ്യിദിനെ പറ്റൂല, പിന്നെ നാരിയത്ത് സലാത്ത് പറ്റൂല. അതിനെപ്പറ്റി അവരെ പുസ്തകത്തില്, നിങ്ങളെ ഈ ഭാഗത്തുനിന്ന് മുജാഹിദോയ മുസ്ലിയാരുണ്ട്, അയാൾ പറയും നാരിയ സലാത്ത് എന്നാ പറഞ്ഞത്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി നാദാവർത്ത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നേർച്ച ഇങ്ങനെ തരുന്ന, നേർച്ച ലാസ്റ്റ് വാങ്ങിക്കോളാം. ഞാൻ എന്റെ പ്രസംഗം നടത്തട്ടെ, നേർച്ചയിൽ പിന്നെയും വാങ്ങാം. നേർച്ച ചെയ്തവരുണ്ടെങ്കിൽ എപ്പോ കൊടുത്തൂടെ അവർക്ക്, ഞാൻ ലാസ്റ്റ് വാങ്ങിക്കോളാം. ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കുക, നേർച്ച പൈസ ഒക്കെ വാങ്ങിച്ചോളാം. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്ക്. ഈ നാരിയത്ത് സലാത്തിനെ ഇയാൾ എതിർത്തല്ലോ, അതുപോലെ സയ്യിദിനെ പറയരുതെന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ അതിനെ സംബന്ധിച്ചാ പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നാദാപുരത്തെ എന്റെ CD-യിൽ കാണിച്ചിട്ടുമുണ്ട്. മുജാഹിദിന്റെ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമ പുറത്തിറക്കിയ അൽ വിലായത്തു വൽ കറാമ, അതിൽ അവര് ചൊല്ലിയ സലാത്ത് മൗലൈമാര് മറുപടി പറയണം. ഈ ഒരു മൗലൈ മാത്രം പോരാ, ജീവനോടെ വല്ല മൗലൈമാരും ബാക്കിയുണ്ടെങ്കിൽ ഓരോ മൗലൈമാരും ഈ മൗലവിക്ക് വേണ്ടി മറുപടി പറയണം. ഇല്ലെങ്കിൽ മൗലവി ഈ മൗലവിയെ പിടിച്ചു പുറത്താക്കണം. നിങ്ങളെ ഈ മൗലവിനെയും കൊണ്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എലിപ്പെട്ടിയിൽ എലിയെ പിടിച്ചിട്ടിട്ട്
ഈർക്കിലി കൊണ്ട് കുത്തിയിട്ട് കുട്ടികൾ കളിപ്പിക്കാറില്ലേ? അതുപോലെ മൗലവിയെ ഞാൻ കുത്തുന്നത് നോക്കിക്കോ. ശരിക്ക് മനസ്സിലാക്കി. സയ്യിദിനെ പറ്റൂല അല്ലേ, നാരിയത്തു സലാത്ത് പറ്റൂല അല്ലേ? നാദാ കേൾക്കേണ്ടത് ഇത് അൽ വിലായത്തു വൽ കറാമ, നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചത്, KM മൗലവി എഴുതിയത്. ഇതിലൊരു സലാത്ത് കാണുന്നു. ഈ സലാത്ത് ചൊല്ലുന്നവന്റെ ഗതി എന്താണ്? നിങ്ങളെ പണ്ഡിത സംഘടനയിലെ ഓരോരുത്തന്റെയും ഗതി എന്താണ്? അതെ, പഠിപ്പിക്കാത്ത 7 രൂപമല്ലേ പറ്റൂ, 7 രൂപമല്ലേ പറ്റൂ. കേട്ടോളൂ, എന്താ സലാത്ത്? വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇതിന്റെ നാദാവരം CD-യിലുണ്ട്. ഇത് പുസ്തകം നിങ്ങൾക്ക് കാണിക്കുന്നു. ഇവിടെ സയ്യിദിന വന്നല്ലോ ഒന്ന്. രണ്ടാമത്തത്, ഈ 7 വാചകത്തിൽ ഇത് പെട്ടിട്ടുണ്ടോ? നിങ്ങളെ കേരള ജമിയത്തുൽ നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കൊടുത്ത ഈ സലാത്ത് റസൂലുള്ള പഠിപ്പിച്ച 7-ൽ പെട്ടിട്ടുണ്ടോ? മൗലവി, അത് നിങ്ങൾ 7 വാചകത്തിൽ കാണിച്ചു തന്നാൽ പേരോടിന്റെ ഈ കൈയിന്റെ ഉൾഭാഗത്ത് നിന്ന് രോമം പറിച്ചു തരും കേട്ടോ. ഇത് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച സലാത്താണ്. ഞങ്ങളെ നാരിയത്ത് സലാത്ത് പറ്റൂല അല്ലേ? അത് നാറിയ സലാത്താണല്ലേ? നിങ്ങളെ ഏറ്റവും വലിയ നേതാവായി നിങ്ങൾ പരിചയപ്പെടുന്ന ആളാരാ? ഇബ്നു തൈമിയ്യല്ലേ? ആ ഇബ്നു തൈമിയ്യയെ സംബന്ധിച്ച് ഖുർആൻ പോലെയാണ് എന്ന് നിങ്ങളെ വിചിന്തനത്തിലില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഇബ്നു തൈമിയ്യ ചൊല്ലിയ സലാത്താണ്. ഇബ്നു തൈമിയ്യ ചൊല്ലിയ സലാത്താണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ കുല്ല വഖ്തിൻ വഹീൻ ആമീൻ. ഇത് ഇബ്നു തൈമിയ്യന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലുള്ള സലാത്ത്. ഇത് 7 സലാത്തിൽ പെട്ടിട്ടുണ്ടോ മൗലവി? കാണിച്ചു തരുമോ മൗലവി? ഇബ്നു തൈമിയ്യ അതേ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഗതി എന്താണ് എന്നല്ലേ ചോദിക്കേണ്ടത്? ഞാനത് ചോദിക്കുന്നില്ല. നിങ്ങൾക്കല്ലേ ഇമാമിങ്ങളെ ഗതി എന്താണെന്ന് ചോദിക്കുന്ന ഏർപ്പാട്, പണ്ഡിതന്മാരെ ഗതി എന്താണെന്ന് ചോദിക്കുന്ന ഏർപ്പാട്. ഓ മൗലവിമാരെ, ഇനി അതേ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ വേറൊരു സലാത്ത്. അതെന്താ? സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തസ്ലീമൻ കസീറാ. ആ സലാത്ത് 7-ൽ പെട്ടിട്ടുണ്ടോ മൗലവി? 7-ൽ പെടാത്ത സലാത്ത് ഇബ്നു തൈമിയ്യ ചൊല്ലിയാൽ അതിന് തകരാറില്ല. ഞങ്ങൾ ചൊല്ലിയാൽ 7-ൽ പെടാത്ത പറ്റൂല. ഇതെവിടുത്തെ മതമാണ് മൗലവിമാരെ? എനിക്ക് കാണിക്കാൻ പോകുന്നത് ഇബ്നു അബ്ദുൽ വഹാബ്. ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ സലാത്ത്, ആ ഇബ്നു അബ്ദുൽ വഹാബിൻ ആദാബുൽ മസീഹ് ഇല സ്വലാത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥമില്ലേ? ആ കിതാബ് അയാൾ എഴുതുമ്പോ സലാത്ത് എഴുതിയില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങളൊരു സലാത്ത് കൂട്ടിച്ചേർത്തില്ലേ? എന്താ സലാത്ത്? വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തമസ്സക ബിഹുദാ. ഇത് നിങ്ങളെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആദാബുൽ മസീഹ് ഇല സ്വലാത്ത് എന്ന കിതാബിൽ കാണുന്ന സലാത്ത്. ഈ സലാത്ത് റസൂലുള്ള ചൊല്ലിയതായി ഉണ്ടോ മൗലവി? ഉണ്ടെങ്കിൽ അതാ കാണേണ്ടത്. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തില്? ആൺകുട്ടികളെയാ കാണേണ്ടത്. സുല്ലമിച്ചിനെയും കൂട്ടിയിട്ട് ഇങ്ങ് വരണ്ട. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തില്? സലാത്തിന്റെ വാചകത്തെ കുറിച്ച് തന്നെയാകട്ടെ ഒരു ചർച്ച. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ സാധാരണ പറയാറില്ലേ, മക്കയിലും മദീനയിലും ഒക്കെ ജീവിച്ചിട്ട് അവിടുത്തെ മുഫ്തിയായിരുന്ന ഇബ്നു ബാസ് എന്ന് പറയുന്ന പണ്ഡിതൻ, നിങ്ങളെ സലഫി പണ്ഡിതന്മാരെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ മഹത്വം പറയുന്ന പണ്ഡിതനല്ലേ ഇബ്നു ബാസ്? അദ്ദേഹമല്ലേ സഹോദരന്മാരെ നബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്ത ഇബ്നു ബാസ്? ആ ഇബ്നു ബാസിന്റെ ഗ്രന്ഥമല്ലേ? ആ ഗ്രന്ഥത്തിൽ എന്താണ്? സലാസു റസാഇല ഫി സ്വലാത്ത്. ഇതിൽ എന്താണ് അയാൾ കൊടുക്കുന്ന സലാത്ത്? കേട്ടോളൂ. കൈഫിയത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു സലാത്ത് 7-ൽ പെട്ടിട്ടുണ്ടോ മൗലവി? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു സലാത്ത് പെട്ടിട്ടുണ്ടോ? 7-ൽ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് കാണിക്കേണ്ടത്. ഇനി ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ ഇപ്പോ അറേബ്യയിലുള്ളതും അവരുടെ നേതാക്കളായി പരിചയപ്പെടുത്തിയവരുടെയും സലാത്താണ്. ഇനി കേരള മൗലവിമാരെ സലാത്ത് പണ്ഡിത സംഘടനയുടേതാണ്. നേരത്തെ ഞാൻ കാണിച്ചത് മുജാഹിദുകൾ കൂടിയിട്ട് ഒരു ഖുർആൻ പരിഭാഷ ഇറക്കി. കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ മുഹമ്മദ് അമാനി മൗലവി എഴുതിയത്.
അതിലുണ്ടല്ലോ ഞാനൊരു സലാത്ത് കാണുന്നു. ആ സലാത്ത് 7-ൽ പെട്ടിട്ടുണ്ടോ മൗലവി? 7 സലാത്തല്ലേ പറ്റുള്ളൂ. നിങ്ങളെ ഖുർആൻ പരിഭാഷയിലുള്ള സലാത്ത് കേട്ടോളൂ. എന്താ സലാത്ത്? والصلاة والسلام على رسوله الكريم نبينا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق وأنزل عليه الكتاب ولم يجعل له عوجا وعلى آله وأصحابه ومن اقتدى بهم بإحسان. اللهم علمنا السداد ووفقنا للصواب والرشاد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ولا حول ولا قوة إلا بالله. ഇങ്ങനൊരു സലാത്ത് നിങ്ങളെ ഖുർആൻ പരിഭാഷയിൽ കാണുന്നുണ്ടല്ലോ. ഇങ്ങനൊരു സലാത്ത് 7-ൽ പെട്ടിട്ടുണ്ടോ മൗലവി? ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വലിയ രസമാണ്. മുജാഹിദിന്റെ മരിക്കുന്നവരെ പ്രസിഡന്റും സെക്രട്ടറിയും എന്തൊക്കെയോ ആയിട്ട് അവസാനം ജീവൻ പോയ മൗലവിയല്ലേ KP മുഹമ്മദ് ബിൻ അഹമ്മദ്. ആ KP മുഹമ്മദ് ബിൻ അഹമ്മദ് മുജാഹിദിന്റെ ലെറ്റർ പേഡിൽ ഒപ്പിട്ട് കൊടുത്ത സലാത്ത്. എന്താ സലാത്ത് കേട്ടോളൂ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇങ്ങനൊരു സലാത്ത് 7 സലാത്തിലുണ്ടോ മൗലവി? ബഹ്റൈനിൽ പോയിട്ട് ചോന്ന തട്ടവും ഇട്ടിട്ട് ബഹ്റൈനിലെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ സാധാരണക്കാരെ വഞ്ചിച്ച മൗലവി. 7 സലാത്തല്ലാതെ പാടില്ല എന്ന് പ്രസംഗിച്ചിട്ട് CD ഇറക്കിയിട്ട് പൈസ തട്ടുന്ന മൗലവി, പലിശ വാങ്ങുന്ന മൗലവിമാരെ, സകാത്തിന്റെ പൈസ വാങ്ങിയിട്ട് അതേ പ്രിന്റിംഗ് ചാർജ് കൊടുക്കുന്ന മൗലവിമാരെ, എന്റെ ചോദ്യമാണ്, നിങ്ങൾ ലെറ്റർ ഹെഡിൽ ഒപ്പിട്ട് കൊടുത്ത സലാത്ത് അത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കാണിക്കാൻ കഴിയുമോ? എന്നാ സഹോദരന്മാരെ, നാരിയത്ത് സലാത്തിൽ നാറുന്ന വാചകമുണ്ടോ? ഞാൻ അതിനെ സംബന്ധിച്ച് നാദാവിരുദ്ധ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളൂ. ഒക്കെ ഇന്ന് തന്നെ പറയുന്നില്ല. ഇല്ലാതെ താടി കാണിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണോ? ബഹ്റൈനിൽ ചെന്നിട്ടൊരു ചോന്ന സാലും ഇട്ടിട്ട് റസൂലുള്ളാഹിന്റെ സലാത്ത് മുടക്കാൻ പ്രസംഗിക്കുകയാണോ? റാത്തീബ് മുടക്കാൻ പ്രസംഗിക്കുകയാണോ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, മൗലവിനെ തേടിക്കാൻ പോവുകയാണ്. 7-ൽ പെടാത്ത സലാത്ത് മൗലവിന്റെ നാവ് കൊണ്ട് ചെല്ലിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ? 7 സലാത്തേ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ? മൗലവിനെ കൊണ്ട് ഇപ്പം ചൊല്ലിക്കും ഞാൻ. എന്ത്? 7-ൽ പെടാത്തൊരു സലാത്ത് കേട്ടോളി. മൗലവിന്റെ നാവും വന്ന് എന്നെ وصلى الله على خير خلقه نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. മൗലവിനോട് ചോദിക്കട്ടെ, മറ്റുള്ള മൗലവിമാര് മുജാഹിദീങ്ങൾ ചോദിക്കട്ടെ മൗലവിയോട്, നിങ്ങളല്ലേ 7 സലാത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്, ഇങ്ങനൊരു നിങ്ങൾ ചൊല്ലിയ സലാത്തുണ്ടോ എന്നും ചോദിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. കേട്ടില്ലേ? അപ്പൊ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്നയാളെ നാവുകൊണ്ട് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സലാത്ത് ആ 7-ൽ പെട്ടിട്ടുണ്ടോ? നിങ്ങളൊരു 7 എണ്ണം പറഞ്ഞില്ലേ? അതിൽ ഇതുണ്ടോ? ഇല്ല. ഇതും ഇല്ല. അപ്പൊ 7-ൽ പെടാത്ത സലാത്ത് പാടില്ല എന്ന് പറഞ്ഞ മൗലവിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയിച്ചു.